നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചത്തു നോക്കണം. തീർന്നു ഗോപാൽജി. ഇവളെ കൊണ്ടുള്ള ശല്യം ഇതോടെ അവസാനിച്ചു. ഒരു പോലീസുകാരി നിന്റെ പുറകെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. സമയം കളയാതെ പോകാൻ നോക്ക്. ശരി ഗോപാൽജി. മഞ്ജു 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 മോളെ മോളെ ജീവനുണ്ട്. ഇതാര്? കല്യാണ ചെക്കനാ? വാ വാ. ഇരിയടാ. നീ ഒറ്റയ്ക്കേ ഉള്ളോ? ഗൗരി വന്നില്ലേ? അമ്മയ്ക്ക് സീരിയലില് ഭയങ്കര തിരക്കല്ലേ. ഒരേ സമയം 2 സീരിയലില് മുഴുനീളെ വേഷം ചെയ്തോണ്ടിരിക്കുക. എന്റെ കല്യാണത്തിന്റെ അന്ന് ലീവ് കിട്ടുമെന്നാണ് എനിക്ക് സംശയം. ആ, നീ കാണാമെന്ന ആളെത്തിയല്ലോ. ഇനി സംസാരമൊക്കെ നിങ്ങൾ തമ്മിലായിക്കോ. ഞങ്ങൾ അങ്ങ് മാറി തന്നേക്കാം. നീ എന്തൊക്കെ പറഞ്ഞു? ഞാൻ എല്ലാരും ഇവിടെ വെറുതെ കാണാൻ വേണ്ടി വന്നതാ. ഉവ്വ. അമ്മയ്ക്ക് ഇവൻ പറയുന്നതിൽ വിശ്വാസമുണ്ടോ? ഇല്ല. അമ്മേ, നീ ഇവളെ കാണാനാ വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും ഇങ്ങോട്ട് വരുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞാ ഇവളെ അങ്ങോട്ട് തന്നെയല്ലേ കെട്ടിയെടുക്കുന്നത്. സ്വപ്നേ, സാരമില്ലമ്മേ. ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടൊക്കെ വന്നതല്ലേ, അതിന്റെ ഒരു ഷോക്കിലായിരിക്കും. ശരിയാ, സ്വന്തം കാമുകൻ തന്നെ മയക്കുമരുന്ന് കേസിൽ കുടിക്കുക ഏതൊരു പെൺകുട്ടിയും തകർന്നു പോവും. ഇത്രയും നല്ലൊരു കുട്ടിയെ എങ്ങനെയാ സഞ്ജയ്ക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുക? എന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ അവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി ആ വീഡിയോ മഞ്ജുവിന് അയച്ചു കൊടുത്തത്? ഞെട്ടിയല്ലേ? അവൻ കാരണമാ ഞാൻ രക്ഷപ്പെട്ടത്. നിന്നെ കേസിൽ കുടിക്കുന്നതും അവൻ തന്നെയല്ലേ? അല്ല, ഞങ്ങളുടെ ബന്ധം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ശാലിനിയും ഗോപാൽജിയും കൂടിയാ എന്നെ കുടുക്കിയത്. ശാലിനി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഗോപാൽജി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഏട്ടൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഒരുപോലെ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്.
നിങ്ങളുടെ ഒന്നും ഉപദേശത്തിന്റെ ആവശ്യം എനിക്കില്ല. അരവിന്ദാക്ഷൻ സാറാണല്ലോ. ഹലോ. ആ ഗിരി, നീ എത്രയും പെട്ടെന്ന് ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ എത്തണം. ഹോസ്പിറ്റലിലേക്കോ? എന്താ കാര്യം? മഞ്ജുവിന് ഒരു ആക്സിഡന്റ് പറ്റി. വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി. അവൾക്കിപ്പോ എങ്ങനെയുണ്ട് സാർ? അവളെ സർജറിക്ക് കയറ്റിയിരിക്കുകയാണ്. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ നോക്ക്. ശരി. എന്താ മോനെ? മഞ്ജുവിനൊരു ആക്സിഡന്റ് പറ്റിയെന്ന്. ഈശ്വര, ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ആരും പേടിക്കണ്ട, അവൾക്കൊന്നും സംഭവിക്കില്ല. ഞാനൊന്ന് ആശുപത്രിയിലേക്ക് പോട്ടെ. ഞങ്ങള് വരുന്നുണ്ട്. മൂന്ന ഒരു കാര്യം ചെയ്യാ, നീ കാറിൽ ഇവരെയും കൂട്ടി എന്റെ പിന്നാലെ വാ. ഞാൻ ഇപ്പൊ തന്നെ ബൈക്കിൽ ഇറങ്ങുക. ഞാനും വരാം. എന്നാ വാ. ഈശ്വര, എന്റെ പേരക്കുട്ടിക്കൊന്നും പറ്റല്ലേ. അപ്പൊ മഞ്ജു തട്ടിപ്പോയാലും കുഴപ്പമില്ല അല്ലേ? മോനെ, ഞാൻ വാതിലടച്ചിട്ട് വരാം. നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കലടി, നോക്കിക്കോ. താങ്ക് യു. സാറേ, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഗിരി, നിങ്ങളിങ്ങനെ തളരരുത്. മഞ്ജു എന്തായാലും തിരിച്ചു വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ചേച്ചിയുടെ ഡോക്ടർ ആരാ? ഒരു അനുപമ. ആ, നല്ല ഡോക്ടറാ. അവരെന്റെ കോളേജില് ഗസ്റ്റ് ലെക്ചറായിട്ട് വരാറുണ്ട്. എന്തായി മോനെ? കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. ഈശ്വര, ചേച്ചിയെ കുറിച്ച് കൂടി ഒന്ന് അന്വേഷിക്കും ഭാനുമതി അമ്മേ.